ഹലോ എവ്രി വൺ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ. ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ലോക്ക്ഡൗൺ ആണ്. 21 days ലോക്ക്ഡൗൺ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പോലും ഇനിയും May 3 വരെ വീണ്ടും എഗെയിൻ ഒരു ലോക്ക്ഡൗൺ കാലയളവ് വന്നിരിക്കുകയാണ്. എല്ലാവരും എത്രത്തോളം വീട്ടിലിരുന്ന് ബോറടിച്ചിട്ടുണ്ടാവും എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈവൻ ഞാൻ പോലും, കാരണം ഗൾഫിൽ നിന്ന് വന്നിട്ട് ക്വാറൻറ്റൈൻ 14 days, എഗെയിൻ ഒരു 14 days, 28 days. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും എൻ്റെ വീട്ടിൽ തന്നെയാണുള്ളത്. എൻ്റെ കസിൻസും എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട്. നമ്മൾ വീട് അടുത്തടുത്താണ്. അപ്പോൾ അവരിങ്ങനെ വരികയും നമ്മൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു സിമ്പിൾ വീഡിയോ ആണ്. വേറൊന്നുമല്ല, ബ്രോസ്റ്റഡ് ചിക്കൻ. നമ്മളിന്ന് ഫാമിലി ആയിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയി ഈ ചിക്കനെ കൊണ്ട് ഇത്തരം ഐറ്റംസൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ സമയം സന്ദർഭമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഇന്നത്തെ ഈ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണെന്ന് വേണേൽ പറയാം. കാരണം ഇന്നിത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ശരിക്കും എൻ്റെ കസിനാണ്, നമ്മുടെ പാത്തൂട്ടിയാണ്, ഫാത്തിമ. അവളാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിട്ടിരിക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. എല്ലാവരും പറയുന്ന കാര്യം തന്നെ, എന്നാലും എഗെയിൻ എടുത്ത് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്നും കൂടെ പരിചയപ്പെടുത്താം. സോ വെൽക്കം ടു മൈ ചാനൽ തനി മലയാളി. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 2 steps ആയിട്ടാണ് ഇവിടെ ചിക്കൻ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിതിനെ മാരിനേറ്റ് ചെയ്യണം. അതിനുശേഷമാണ് ഫ്രൈയിങ് സെക്ഷനിലേക്ക് പോവുക. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ ചിക്കൻ വേണം. അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ വീഡിയോസിലൊന്നും തന്നെ പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഞാൻ പറയാറില്ല. എങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്ന് മാത്രമേ പറയാറുള്ളൂ. സോ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത്. നമുക്ക് ചിക്കൻ ആവശ്യമാണ്. പിന്നെ 1 കപ്പ് കേർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 3 eggs, കുറച്ച് റെഡ് ചില്ലി പൗഡർ, പിന്നെ കോറിയാണ്ടർ പൗഡർ, പിന്നെ പെരുംജീരകം, ഫെനൽ സീഡ്സ്, ഉപ്പ് ആവശ്യമാണല്ലോ, കുരുമുളക് പൊടി, ബേക്കിംഗ് പൗഡർ. ഇത്തരം ഐറ്റംസ് വെച്ചാണ് നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ ഒരു 4 hours എങ്കിലും മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 4 hours മാരിനേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ചിക്കന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കേർഡ്, തൈര്, അതിൽ നമ്മൾ കുറച്ച് റെഡ് ചില്ലി പൗഡറും സോൾട്ടും 3 മുട്ടയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നീ ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട്, ഈ ഐറ്റംസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ നന്നായിട്ട് മൊത്തത്തിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊരു 4 മണിക്കൂറോളം സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഫ്രൈയിങ് സെക്ഷനിലേക്ക് പോവുക. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മിക്സ്ചർ തയ്യാറാക്കാം. Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town, from London to Taiwan. I've been all around the globe, trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. Yeah. We are heroes tonight. We will fly above the sky. We are heroes tonight. അങ്ങനെ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 4 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഞാനിവിടെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുന്നേ, ഫ്രൈ ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമുക്ക് പുറത്തെടുത്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പോട് എടുത്ത് വെച്ച് കഴിഞ്ഞ് കോട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ എണ്ണ കൂടുതൽ വലിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാം. നമുക്ക് എണ്ണ കൂടുതൽ വേണ്ടല്ലോ.
അപ്പം സംഗതി ഇവിടെ റെഡിയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ 2 സ്റ്റെപ്സ് ആണെന്ന്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രൈയിങ് ആണ്. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് നമുക്ക് ഈ കുറച്ച് കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് കുറച്ച് പൗഡേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഗ്രീഡിയൻസ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. മൈദ ഒരു 1.5 കപ്പ് അല്ലേ, ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 കപ്പ്, 1.5 കപ്പിന് 1 കപ്പ് കോൺഫ്ലോർ എന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി പൗഡർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി പൗഡർ ഇനി ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. സ്പൈസസ്, അതായത് എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടി എടുക്കുക. ഇപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എരിവ് കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ചില്ലി പൗഡർ, പിന്നെ മല്ലിപ്പൊടി, കോറിയാണ്ടർ പൗഡർ ഒരു കുറച്ച്, അതുപോലെ തന്നെ പിന്നെ പെപ്പർ പൗഡർ, ഫെനൽ സീഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെരുംജീരകം അത് പൊടിച്ചതിൻ്റെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കൂടിപ്പോകുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിക്കന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും, ഒരു രസം ഉണ്ടാവില്ല. അതുപോലെ തന്നെ സോൾട്ട് കുറച്ച്, കോട്ട് ചെയ്യുന്ന സമയത്തൊരു ഉപ്പിൻ്റെ അംശം ഇല്ലെങ്കിൽ അതൊരു കോട്ടിങ്ങിന് ഒരു ഉപ്പ് പിടിക്കാത്തത് പോലെ ഉണ്ടാവും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ചിക്കന്. അപ്പോൾ കുറച്ച് സോൾട്ട്, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ, ഇത്രയും സാധനങ്ങൾ നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് മിക്സ് ആക്കിയിട്ട് ഈ ചിക്കൻ ഓരോന്നോരോന്ന് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിൽ കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഒരു 3 പീസ് എടുത്തിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഫ്രൈ ചെയ്ത് കാണിക്കുകയാണ്. ബാക്കിയുള്ളത് പിന്നെ ചെയ്യാം, കാരണം ടൈം ഒരുപാട് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ. അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ഇതിന് വേണ്ടത്, കാരണം ഉള്ളൊക്കെ നന്നായിട്ട് വേവണ്ടേ. ഓക്കെ, നന്നായിട്ട് പൊരിഞ്ഞിട്ട് വരുന്നുണ്ട്, ഫ്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷമാണ് ഇത് പൊരിക്കേണ്ടത്. അല്ലെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോയി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊരിയൽ ശരിയാവില്ല. അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് പ്ലേറ്റിലാക്കി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1000 കൈ ഇപ്പോൾ വരുത് കഴിക്കാനായിട്ട്. ഏതായാലും എൻ്റെ ഉമ്മ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ പിന്നെ നിങ്ങളുടെ രുചികരമായ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഉമ്മ ഭയങ്കര കട്ട വെയിറ്റിങ്ങിലാണ്. ഏതായാലും ഒരു പീസ് ഉമ്മാക്ക് ഇട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട് ഉമ്മ? സൂപ്പർ, അടിപൊളിയാണെന്ന് ഉമ്മാൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളതാണ്. ഇവിടുത്തെ മെയിൻ ഷെഫാണ്, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ട് നമ്മളേതായാലും ഹാപ്പിയായി. അപ്പോൾ എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, ഇപ്പോൾ അറിയാലോ കൊറോണ ഇപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ട് ജനങ്ങളിൽ എല്ലാവർക്കും പരത്തിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വീട്ടിൽ തന്നെ നിൽക്കുക, സ്റ്റേ ഹോം, വീട്ടിൽ നിൽക്കുക, നമ്മൾ ബി സേഫ് ആയിരിക്കുക എന്ന ഒരു
ഒരു എന്താ പറയുക, ആ ഒരു സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും പാസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ സംഭവം എന്ന് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, പുറത്തിറങ്ങാതെ ഇതുപോലെ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അടിച്ചു വിടുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇപ്പോഴത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അത് ചെയ്യുക. കാരണം വേറൊന്നുമല്ല, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പണി കിട്ടും, ഉറപ്പാണ്. അപ്പോൾ എൻ്റെ ബ്രോസ്റ്റഡ് ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി ഇതുപോലെയുള്ള മോർ റെസിപ്പി വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരെ ഇറ്റ്സ് മീ നസ്രിയ ഷെഫി സൈനിങ് ഔട്ട്.